തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. കാടാണല്ലോ നമുക്ക് പ്രിയപ്പെട്ട. മനുഷ്യരിൽ നിന്നും ഒളിച്ച് കുറ്റങ്ങളും കുറവുകളും കളിയാക്കലുകളും അപമാനങ്ങളും അപമാനിക്കലുകളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ഈ കാട്ടിൽ കൂടെ യാത്ര ചെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ പോകാറ്റോ സുന്ദരം ബെറ്ററാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ മാത്രം വിശ്വാസമാണ്. രണ്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ. ജീവികളുണ്ടെങ്കിൽ അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ അവർ നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ ചിലവർ, അല്ലേ? കുറച്ചങ്ങോട്ട് ചെല്ലട്ടെ. ആർക്ക് ശല്യമില്ലാതെ റോഡിൻ്റെ സൈഡിൽ ഒതുങ്ങി അവളങ്ങനെ ചിരിച്ചുല്ലസിച്ച് നിൽക്കുക. ഒറ്റയ്ക്കാകും നീരും ആടിത്തളരുമ്പോ കണ്ണീരാട്ടും കാറ്റാ ചാരത്തെത്തുന്നാടേ. ഇവിടെ വരുന്നവർക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭയങ്കര സ്ഥലം, കാടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് നടക്കുന്ന വഴിയിലൊക്കെ വേരുകളാണ് കേട്ടോ. ഈ വേരുകളിൽ ചവിട്ടാതെ പോകാം. ഇതെൻ്റെ ഊഞ്ഞാല് പോലെ വള്ളികൾ, ഞാൻ ഊഞ്ഞാല് പോലെ വള്ളികളെന്നേ പറയുന്നുള്ളൂ. ഇതാണ് മഹാഗണി തോട്ടമാണല്ലോ. അപ്പോൾ ഇതൊക്കെ മഹാഗണി ആയിരിക്കാം, കാരണം ഇത് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല. ഞാൻ മറ്റൊരു സുന്ദരി. കൊള്ളാമല്ലേ? വഴിയുണ്ടോ? സൺഡേ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് വരേണ്ടതാണ് എന്ന് അവിടുത്തെ ഒരു ലേഡി പറഞ്ഞു. പക്ഷെ തിരക്കില്ല കേട്ടോ. ഇവിടെ ഒട്ടും തിരക്ക് കാണുന്നില്ല. പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കൊന്നും കാണാനില്ല. നല്ല പായൽ പിടിച്ച കരിങ്കൽ പാതയാണ് കേട്ടോ. നമുക്ക് സൈഡിൽ കൂടി അങ്ങ് പോകാം. വളരെ നിശബ്ദതയാണ് കേട്ടോ. കിളികൾ പോലും കരയുന്നില്ല. എന്നെ കണ്ട് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല, എങ്കിലും ഇവിടം വളരെ മനോഹരമാണ്. സുമിനാഥ പരിപാലയാസു. എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ആധികാരികമായിട്ടൊക്കെ ചരിത്രത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബ് ചാനലുകളിലുണ്ട്. ഒരുപാട് ആൾക്കാരുടെ. എനിക്കിതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കാൻ അറിയില്ല. എനിക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ. എനിക്കും അതേപോലെ സംസാരിക്കാനുള്ള കഴിവില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് ആർക്കും പറഞ്ഞു തരാൻ എനിക്ക് ആളില്ല. പിന്നെ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് ആധികാരികമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയവുമില്ല. അതൊക്കെ അറിവുള്ളവർക്കും വിവരമുള്ളവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് അവർക്ക് ഞാൻ വിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അതെ, വലിയ വേരൊക്കെയാണ് കേട്ടോ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഞാൻ വീഴും. എൻ്റെ ഷൂ കണ്ട. പക്ഷേ ഇത് ഇട്ടുകൊണ്ട് വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആൾക്കാർ വിചാരിക്കും ഈ ലെതർ ഷൂ ഒക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് ഈ കാട്ടിനുള്ളിൽ ഈ ഷൂ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ടാ എൻ്റെ കാലിൻ്റെ സൗന്ദര്യം കണ്ട ഗായ്സ്. അയ്യോ, ഇത് ബ്യൂട്ടി വ്ലോഗ് അല്ലല്ലോ, മറന്നുപോയി. അല്ല, ചൊറിയും. എനിക്ക് ഒരു കൊതുക് കടിച്ചാലൊക്കെ ചൊറിയും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന പാടുകളാണ്. ഷുഗറുള്ളവർക്ക് അറിയാമല്ലോ. എന്ന് വെച്ച് പൊട്ടി അലിഞ്ഞൊന്നും ഇരിപ്പില്ല കേട്ടോ. ഇവിടെ അതിമനോഹരമായി ഇതൊക്കെ കെട്ടി നമ്മുടെ ഒരു മഹാഗണി മുത്തശ്ശീനെ അങ്ങനെ വളർത്തിയിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ, ആകാശമുട്ടയാണ് കേട്ടോ. ഇനിയും വട്ടം കറങ്ങാൻ വയ്യ. വട്ടം കറങ്ങിയാൽ ഞാൻ വട്ടത്തിൽ താഴെ വീഴും. ഓക്കെ. റെസ്റ്റോറൻറ്റ് പോലെ ഇത് ഹട്ട് ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ, വളരെ മനോഹരമാണ്. ഓ, എനിക്ക് വട്ടം കറങ്ങാതിരിക്കാൻ സാധിക്കില്ല ഗൈസ്. ഞാൻ
ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ.